Divisional Accountant Officer, Important Question, Chapter 4, Part 7, ചെക്ക് എന്നുള്ള പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും എല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പാർട്ടിൽ നമുക്ക് ചെക്കിനെ പറ്റി നോക്കാം. 96 ക്വസ്റ്റ്യൻ നമ്പർ. വാട്ട് ഡു യു മീൻ ബൈ ചെക്ക്? അപ്പോൾ ചെക്ക് എന്തെന്നാണ്? ചെക്ക് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് ഈസ് ഓൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ്. ചെക്ക് എന്ന് പറയുന്ന ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ്, ഡ്രോൺ ബൈ എ സ്പെസിഫൈഡ് ബാങ്കർ, ഒരു സ്പെസിഫൈഡ് ബാങ്കിന് വേണ്ടി ഡ്രോ ചെയ്യുന്നതാണ്. ഓൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കും ചെക്കിന്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ തന്നെയാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഓൾസോ ആൻ അൺകണ്ടീഷണൽ ഓർഡർ. സോ ചെക്ക് ഈസ് ഓൾസോ ആൻ അൺകണ്ടീഷണൽ ഓർഡർ ഡ്രോൺ ബൈ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ്. അപ്പം ചെക്ക് എന്ന് പറയുന്നത് 97ാമത്തെ ചെക്ക് എന്ന് പറയുന്നത് സെക്ഷൻ 6 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 ചെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 4, ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ 5, സെക്ഷൻ 6 ഏതാണ്? ചെക്കാണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് സെക്ഷൻസ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ നിന്നും റിപ്പീറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷൻസ് ഏതൊക്കെയാണ്. പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. പ്രോമിസറി നോട്ട് 4, ബിൽ ഓഫ് എക്സ്ചേഞ്ച് 5, ചെക്ക് എത്രയാണ്? 6. അപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ ചെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 6 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. അപ്പോൾ ചെക്കിനെ ഡിഫൈൻ ചെയ്തിട്ട് ചെക്ക് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കറിന് വേണ്ടിയാണ് എഴുതുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു പേഴ്സണ് വേണ്ടിയാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എന്താണ് ഡിഫറൻസ്? ചെക്ക് ഒരു പേഴ്സണിന് വേണ്ടിയല്ല എഴുതുന്നത്, ഒരു ബാങ്കിന് വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. ബാങ്കിനോട് ഓർഡർ ചെയ്യുവാണ് പേ ചെയ്യണം എന്ന്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അങ്ങനെയല്ല, ഒരു പേഴ്സണോട് നമ്മൾ ഓർഡർ ഇടുവാണ്, പേഴ്സണിന് ഓർഡർ ചെയ്യുവാണ് പേയ്മെൻറ്റ് ചെയ്യണം എന്ന്. ചെക്കിന് അങ്ങനെയല്ല, ബാങ്കിനോടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. നോട്ട് എക്സ്പ്രസ്ഡ് ടു പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. അപ്പം ഡിഫറൻസ് അതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ ചെക്കിലൊരു ബാങ്കാണ്. നെക്സ്റ്റ് 98, ദ അമെൻമെൻറ്റ് ആക്ട് ഓഫ് സെക്ഷൻ 6 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 2002 ഡിഫൈൻസ് ചെക്കേഴ്സ്. അപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ ഒരു അമെൻമെൻ്റ് ഉണ്ടായിരുന്നു 2002. പഴയ ആക്ട് 1881, അമെൻമെൻറ്റ് ചെയ്തപ്പം 2002 ആയി. അപ്പോൾ അതിലെങ്ങനെയാണ് ചെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഓൺ ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ ട്രങ്കേറ്റഡ് ചെക്ക് ആൻഡ് എ ചെക്ക് ഇൻ ഇലക്ട്രോണിക് ഫോം. അപ്പോൾ ഇവിടെ എന്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് എന്ന് പറയുന്നൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, എന്താണ് സ്പെസിഫൈഡ് ബാങ്കർക്ക് ഓർഡർ ഇടുവാണ്. എന്താണ് ഇത്? ഫിസിക്കൽ ഇമേജ് അല്ല, ഫിസിക്കൽ ഫോർമാറ്റിലല്ലാതെയും ഇലക്ട്രോണിക് ഇമേജസ് ആണെങ്കിലും എന്ത് ചെയ്യണം? ഡിമാൻഡ് ഓൺ പേയബിൾ ഓൺ ഡിമാൻഡ് ചെയ്യണം എന്ന്. അപ്പം ഇതിവിടെ എന്ത് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്? ഇലക്ട്രോണിക് ഇമേജ്. അപ്പോൾ ട്രങ്കേറ്റഡ് ചെക്ക് എന്താണ്? പുതിയൊരു ടേമാണ് ട്രങ്കേറ്റഡ് ചെക്ക്. ഒന്നുമില്ല, അത് എന്താണ്? ഇലക്ട്രോണിക് ഫോം ഓഫ് ചെക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 2002 ഒക്കെ ആയപ്പോഴത്തേക്കും ചെക്കുകൾ എന്തായി? ഇലക്ട്രോണിക് ഫോമിലോട്ടൊക്കെ ആയി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രങ്കേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ട്രങ്കേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്, CTS. ഇപ്പം ബാങ്കുകളിൽ അത് അറിയപ്പെടുന്നത് CTS എന്നാണ്. CTS മീൻസ് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. അപ്പം നമുക്ക് അടുത്ത ട്രങ്കേഷൻ എന്താണെന്ന് പഠിക്കാം. 98, വാട്ട് യു മീൻ ബൈ ട്രങ്കേഷൻ? ട്രങ്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റോപ്പിംഗ് ദ ഫ്ലോ ഓഫ് ദി ഫിസിക്കൽ ചെക്ക് ഇഷ്യൂഡ് ബൈ ദ ബാങ്കർ ഇഷ്യൂഡ് ബൈ ദ ഡ്രോയർ ടു ദ ഡ്രോയി ബ്രാഞ്ച്. അപ്പോൾ ട്രങ്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് ഇഷ്യൂഡ് ബൈ ഡ്രോയറാണ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഡ്രോയി ബ്രാഞ്ച് മീൻസ് ബാങ്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡ്രോയി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രങ്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം പണ്ട് കാലത്ത് ചെക്കുകൾ എന്ത് ചെയ്യാണ്? ഫിസിക്കൽ ഫോമിലാണ് ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലോട്ട് എൻകാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിരുന്നു. ഇലക്ട്രോണിക് ഫോമിലായതിനു ശേഷം ഇത് കുറച്ചുകൂടെ
നമുക്ക് എളുപ്പത്തിൽ എൻകാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിക്ക് അക്കൗണ്ടുകളെല്ലാം SBIയിലാണുള്ളത്. ആ കമ്പനിയുടെ എല്ലാ ട്രാൻസാക്ഷനും SBI ത്രൂ ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ എന്ത് ചെയ്യുകയാണ്, ഒരു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെക്ക് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുവാണ്. ചെക്ക് ആർക്ക് സബ്മിറ്റ് ചെയ്തു? കമ്പനിക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെക്കാണ് സബ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് കമ്പനിക്ക് അത് എൻകാഷ് ചെയ്യണ്ടേ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? SBIയിൽ കൊണ്ടു കൊടുക്കും ആ ചെക്ക്. ഫിസിക്കൽ ഫോർമാറ്റിലായിരുന്നപ്പോൾ ഇത് കുറച്ച് ഡേയ്സ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിരുന്നു. ഈ SBI എന്ത് ചെയ്യും? ഇതൊരു ക്ലിയറിംഗ് ഹൗസിനെ ഏൽപ്പിച്ച് കുറച്ച് ടൈമൊക്കെ എടുത്ത് കളക്ഷന് വേണ്ടി ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ചില ടൈമിൽ ക്ലിയറിംഗ് ഹൗസായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബാങ്ക് തന്നെ ആയിരിക്കും. ആ ഒരു ക്ലിയറിംഗ് ഹൗസ് ത്രൂ ആണ് ഇത് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് തിരിച്ച് പേയ്മെൻറ്റ് SBIയിലോട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിരുന്നു. അപ്പം ഇതിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എന്താണ് ഇലക്ട്രോണിക് ഫോമിലോട്ടാക്കി. അതിനെയാണ് ട്രങ്കേഷൻ എന്ന് പറയുന്നത്. അപ്പം SBI എന്ന് പറയുന്നത് കമ്പനിക്കുള്ള ബാങ്ക് അക്കൗണ്ട് SBI ആണ്. അതിന് പ്രസൻറ്റിംഗ് ബാങ്ക് എന്നും തന്ന ബാങ്കിൻ്റെ ചെക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയെ ഡ്രോയി ബാങ്ക് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് ക്ലിയറിംഗ് ഹൗസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നൂറാമത്തെ ക്വസ്റ്റ്യൻ, എ ചെക്ക് ഇൻ ഇലക്ട്രോണിക് ഫോം മീൻസ്. ചെക്ക് ഇലക്ട്രോണിക് ഫോമിലാണെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? എ ചെക്ക് വിച്ച് കണ്ടെയ്ൻസ് ദ എക്സ്ട്രാ മിറർ ഇമേജ് ഓഫ് പേപ്പർ ചെക്ക്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിക് ഫോം ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് MICR ഒക്കെ ഉണ്ട്. അതൊക്കെ റീഡ് ചെയ്ത് ഇലക്ട്രോണിക് ഫോമിൽ റീഡ് ചെയ്താണ് ചെക്കിനെ എന്ത് ചെയ്യുന്നത്? ക്ലിയറിംഗ് ഹൗസ് ഡ്രോയി ബാങ്കിലോട്ട് സെൻഡ് ചെയ്യുന്നത്. അടുത്ത എന്താണ് പറയുന്നത്? 101, എ ട്രങ്കേറ്റഡ് ചെക്ക് ക്യാൻ ബി എൻകാഷ്ഡ് ഓൺലി ത്രൂ എ ക്ലിയറിംഗ് ഹൗസ് ഓർ ത്രൂ എ ബാങ്ക്. നമ്മൾ പറഞ്ഞു ട്രങ്കേറ്റഡ് ചെക്കുകൾ എൻകാഷ് ചെയ്യണമെങ്കിൽ ഒരു ക്ലിയറിംഗ് ഹൗസ് വേണം. അതെന്തായിരിക്കും? ചില സമയത്ത് ഒരു ബാങ്ക് തന്നെ ആയിരിക്കും. 102ാമത്തെ ക്വസ്റ്റ്യൻ, a check is a piece of document or paper which order the bank to transfer the money from bank account on an individual or organization to another bank account. അപ്പോൾ ചെക്ക് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ ആണെന്നാണ് പറയുന്നത്. ബാങ്കിനോട് ഓർഡർ ഇടുവാണ് ഒരു പേഴ്സൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിലോട്ട് സം സെർട്ടൺ എമൗണ്ട് ഓഫ് മണി, അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് മണി ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ പീസ് ഓഫ് പേപ്പറിനെയാണ് എന്തെന്ന് പറയുന്നത്? ചെക്ക് എന്ന് പറയുന്നത്. അടുത്ത 103, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചെക്ക്. ചെക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ പറയുന്നത്. ഒന്നാമത്തെ, ചെക്ക് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. എഴുതി തയ്യാറാക്കുന്നതായിരിക്കണം ചെക്ക് എന്ന് പറയുന്നത്. 2, ചെക്ക് മസ്റ്റ് ബി ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം ചെക്ക്. ചെക്ക് മസ്റ്റ് ബി ഡ്രോൺ ഓൺ എ ബാങ്ക്. ചെക്ക് ഡ്രോൺ ഓൺ എ ബാങ്കിലൂടെ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻകാഷ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? എ ചെക്ക് മസ്റ്റ് ബി സൈൻഡ് ബൈ ഡ്രോയർ. ഡ്രോയർ മീൻസ് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം ചെക്കിനകത്ത് സൈൻ ചെയ്തിരിക്കേണ്ടത്. അപ്പം ചെക്ക് ഈസ് ആൻ ഓർഡർ ടു പേ സർട്ടൺ സം ഓഫ് മണി ഉള്ളി. ആ ചെക്കിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന സർട്ടൺ സം ഓഫ് മണി മാത്രമേ അത് പേ ചെയ്യുള്ളൂ. 6ാമത്തത്, ദ പേയി മസ്റ്റ് ബി സർട്ടൺ. പേയി എന്ന് പറയുന്നത് സർട്ടൺ ആയിരിക്കും. ചിലപ്പോൾ ഡ്രോയർ തന്നെ ആയിരിക്കും പേയി എന്ന് പറയുന്നത്. സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരാൾക്ക് എമൗണ്ട് ചെക്ക് എഴുതി എടുക്കാവുമ്പം അപ്പോൾ ഡ്രോയറും പേയി ഒരാളാവും. ദ ചെക്ക് ഷുഡ് ബി മെയ്ഡ് പേബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡിലൂടെയാണ് ചെക്ക് പേ ചെയ്യുന്നത്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചെക്കിനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 104, the bank has no right to postpone the payment of check provided by check contains all the requisites of a valid check. അപ്പോൾ ബാങ്കിന് എന്തില്ല? നോ റൈറ്റ് ടു പോസ്റ്റ്പോൺ ദ പേയ്മെൻറ്റ്. ബാങ്കിന് ഒരിക്കലും ഒരു റൈറ്റ് ഇല്ല. ആ ഒരു ചെക്കിൻ്റെ പേയ്മെൻറ്റ് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള റൈറ്റ് ആർക്കില്ല? ബാങ്കില്ല. ഒരു വാലിഡിറ്റി ഓഫ് എ ചെക്ക് എന്ന് പറയുന്നത് എത്ര മാസമാണ്? 3 months ആണ് വാലിഡിറ്റി പറയുന്നത്. അപ്പോൾ ആ 3 monthsനുള്ളിൽ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്താൽ ബാങ്ക് എന്ത് ചെയ്യണം? അതിന് പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. അതിനെ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള റൈറ്റ് ആർക്കില്ല? ബാങ്കിനില്ല. നെക്സ്റ്റ് 105, ചെക്ക് ക്യാൻ ബി മെയ്ഡ് പേയബിൾ ടു ആൻ പർട്ടിക്കുലർ പേഴ്സൺ ഓർ ഹിസ് ഓർഡർ ടു ദ ബെയറർ. ചെക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിനകത്ത് എഴുതിയിരിക്കുന്ന പർട്ടിക്കുലർ പേഴ്സൻ്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അയാൾക്കോ അല്ലെങ്കിൽ ചെക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന ബെയറർക്കോ പേയ്മെൻറ്റ് ചെയ്യണം.
അങ്ങനെയാണ് ചെക്കിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 106 ഹു ആർ ദ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ ചെക്ക്. ചെക്കിനകത്ത് ആരൊക്കെയാണ് വരുന്നത്? ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട്. പിന്നെ എൻഡോസി, എൻഡോസർ ഉണ്ട്. ഈ ചെക്കിനെ നമുക്ക് എൻഡോസ് ചെയ്യാം, കൈമാറ്റം ചെയ്യാം. അപ്പം എനിക്കിപ്പോൾ പൈസയ്ക്ക് ആവശ്യമില്ല, അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചെക്ക് ഞാൻ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻഡോഴ്സ്മെൻറ്റിനെ പറ്റിയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അവിടെ വരുന്ന ആ രണ്ടാൾക്കാരാണ് എൻഡോസർ, എൻഡോസി. ഡ്രോയർ, ഡ്രോയി, പേയി. ഡ്രോയർ എന്ന് പറയുന്ന അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കും. ഡ്രോയി എന്ന് പറയുന്നത് ബാങ്ക് ആയിരിക്കും. പേയി എന്ന് പറയുന്നത് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആളുടെ പേരായിരിക്കും പേയി എന്ന് പറയുന്നത്. ചില സമയത്ത് ഡ്രോയറും പേയും ഒരാളാവും. കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് തന്നെ ചെക്ക് എഴുതി ക്യാഷ് വിഡ്രോ ചെയ്യാം. പണ്ട് ATM ഗൂഗിൾ പേ ഒക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെയായിരുന്നു നമ്മൾ പൈസ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്. സോ ചില ടൈമിൽ ഡ്രോയറും പേയും ഒരാളാവാം. അടുത്ത 107ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഹീസ് നോൺ ആസ് ഡ്രോയർ ഓർ മേക്കർ. ഡ്രോയർ അല്ലെങ്കിൽ മേക്കർ ആരാണ്? ഡ്രോയർ ഓഫ് എ ചെക്ക് ഈസ് ദ കസ്റ്റമർ ഓർ അക്കൗണ്ട് ഹോൾഡർ ഹൂ ഇഷ്യൂ ദ ചെക്ക്. ആരാണോ അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ആൾ, അയാളെയാണ് ഡ്രോയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 108 ഹൂ ഈസ് നോൺ ആസ് ഡ്രോയി ഓഫ് എ ചെക്ക്. ഡ്രോയി ഓഫ് എ ചെക്ക് ആരാണ്? ഡ്രോയി ഈസ് ബേസിക്കലി ദ ബാങ്ക് ഓൺ വിച്ച് ദ ചെക്ക് ഈസ് ഡ്രോൺ. ഡ്രോയി എപ്പോഴും ആരായിരിക്കും? ബാങ്ക് ആയിരിക്കും. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ബാങ്ക് ആയിരിക്കും ഡ്രോയി എന്ന് പറയുന്നത്. 109 ഹൂ ഈസ് നോൺ ആസ് പേയി ഓഫ് എ ചെക്ക്. പേയി ആരാണ്? ദ പേഴ്സൺ ഹൂസ് നെയിം ഓൺ ദ ചെക്ക് ആൻഡ് ഗെറ്റ് ദ പേയ്മെൻറ്റ് ഫോർ ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ചെക്ക്. അപ്പം ചെക്കിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ആളുടെ പേര്, അയാളെയാണ് എന്തെന്ന് പറയുന്നത്? പേയി എന്ന് പറയുന്നത്. 110 സംടൈംസ് സം പർട്ടിക്കുലർ കേസസ് ദ ഡ്രോയർ ആൻഡ് പേയി ക്യാൻ ബി സെയിം പേഴ്സൺസ്. ചില പർട്ടിക്കുലർ കേസസിൽ ഡ്രോയും പേയും ഒരാളാവുന്നുണ്ട്. 111 ഹൂ ഈസ് നോൺ ആസ് എൻഡോസർ. എൻഡോസർ ആരാണ്? വെൻ എ പാർട്ടി that is payee transfer his right to take the payment to another party, he or she is called endorser. അപ്പം ഈ പേയി എന്ത് ചെയ്യും? ചില സമയത്ത് ചെക്ക് വേറൊരാൾക്ക് കൈമാറുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത്? എൻഡോസർ എന്ന് പറയുന്നത്. അപ്പം എൻഡോസി ആരാണ്? ഹൂ ഈസ് നോൺ ആസ് എൻഡോസി. ദ പാർട്ടി ഇൻ ഹൂസ് ഫേവർ ദ റൈറ്റ് ഈസ് ട്രാൻസ്ഫർ ഈസ് കാൾഡ് എൻഡോസി. അപ്പം ആരാണോ ഈ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അയാളാണ് എൻഡോസി എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ പോർഷനിൽ ചെക്കിനെ പറ്റിയാണ് ഫുള്ള് നോക്കിയത്. ചെക്ക് എന്ന് പറയുന്നത് സെക്ഷൻ 6 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ആണ്. പേഴ്സൺസ് ആരൊക്കെ ഉണ്ടെന്ന് പഠിച്ചു. ചെക്ക് ട്രങ്കേഷൻ പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.